അല്ല എൻ്റെ മെച്ചപ്പുറങ്ങിയിട്ടില്ലേ Sponsored by SPC Prana Red Rose Convention Center Puttanatani. Co-sponsored by Dian's Hearing Aid Center Tirur, Hotel Park Puttanatani, Honors Catering Service, Fig Bakes Puttanatani, Beauty Silks Puttanatani, Beenas Patambi, Calista Pulamandul, Kanaga Textiles Puttanatani, Provida Life Care Calicut, Robbins Photography, Amis Makeover, Nafu Henna Patambi, SS Products Kannur and Usha. Hello, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മീറ്റപ്പിന് പോവാണ്. നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് സ്ഥലത്തായിട്ടിപ്പോൾ മീറ്റപ്പ് നടന്നു. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ലാസ്റ്റ് മീറ്റപ്പ് ഞാൻ മലപ്പുറത്താണ് കേട്ടോ കൂടിയത്. അന്ന് കോട്ടക്കുന്നിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ തിരൂർ എന്ന സ്ഥലത്ത് റെഡ് റോസ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഇന്നത്തെ മീറ്റപ്പ് നടക്കുന്നത്. ഇത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഷീ ക്രിയേറ്റേഴ്സിന്റെ 3 ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു 100 ക്രിയേറ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ മീറ്റപ്പിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് ഇത്രയും വലിയൊരു മീറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മോളും ആണ് ഇപ്പോൾ പോകുന്നത് മീറ്റപ്പിന്. പിന്നെ ഉമ്മയും കൂടി ഉണ്ട്. ഇപ്പോൾ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഉമ്മാൻ്റെ ജസ്റ്റിസിന്റെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ ഉമ്മ അങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മീറ്റപ്പിന്റെ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളൊരു 8 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 1.25 മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട്. നമ്മൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ ഒരു 40-45 കിലോമീറ്ററോളം ഉണ്ട് വണ്ടൂരിൽ നിന്ന് തിരൂരിലേക്ക്. അപ്പോൾ തിരൂരല്ല കേട്ടോ, ഇത് തിരൂർ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു സ്ഥലമാണ് വാരണാക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. വേറൊരു റോഡിനാണ് കേട്ടോ, തൂവക്കാട് വാരണാക്കര ഒക്കെ വരുന്ന ഒരു റോഡിലാണ് നമ്മുടെ റെഡ് റോസ് കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് പിന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 9:45 ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ താഴെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഹാള് വരുന്നത്. ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ. പിന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് താഴെ അധികം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കുറേ ഷൂട്ട് ചെയ്താൽ പിന്നെ ചിലപ്പം ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ലിസ ചേച്ചിയാണ് കേട്ടോ. ലിസ ചേച്ചി തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ഷീ ക്രിയേറ്റേഴ്സ് എന്ന ഈ ഒരു വലിയ ക്രിയേറ്റേഴ്സിൻ്റെ കൂട്ടായ്മയെ നയിക്കുന്ന പടനായകൻ കേട്ടോ. അതുപോലെ തന്നെയാണ് നിഷാനയും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇതാണ് കേട്ടോ. നിഷാനയും ഒരുപാട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഷീ ക്രിയേറ്റേഴ്സ് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നമ്മുടെ സംശയങ്ങൾ എന്ത് തന്നെ ആയാലും അവിടെ ചോദിച്ചാൽ, അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ സാറ് അവിടെ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ മുതിർന്ന യൂട്യൂബേഴ്സ്, കുറച്ച് പരിചയമുള്ള ടെക്നിക്കലായിട്ട് കുറച്ച് പരിചയമുള്ളവർ ആരുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കുന്നതായിരുന്നു. അപ്പോൾ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം വലിയ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. കാരണം സാറ് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതാണ് ഗസ്റ്റുകളിൽ നിന്നും. ഈ ഗസ്റ്റുകൾക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ അവരാണ് ഇന്നത്തെ ഗസ്റ്റ് എന്നുള്ളത്. കാരണം ജീവിതത്തോട് നല്ല പൊരുതി നിൽക്കുന്ന യൂട്യൂബേഴ്സാണ് ഇവരൊക്കെ. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സാണ്. നമ്മുടെ രമ്യൊക്കെ വിന്നേഴ്സ് ക്ലാസ് റൂം പറഞ്ഞിട്ടുള്ള രമ്യയുടെ ചാനൽ. അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റോറി നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. ഷീ സ്റ്റോറി എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സ്റ്റോറി കേൾക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു മീറ്റപ്പിൽ കിട്ടിയിട്ടുള്ള വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ സ്റ്റോറി അറിയുന്ന ഓരോരുത്തർക്കും ഇവരിങ്ങനെ ഈ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ അതന്നെയാണ് ഈ ഒരു മീറ്റപ്പിലെ വലിയൊരു സർപ്രൈസ്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ ചെറുതായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഉള്ള മൊമെൻറ്റും ഒക്കെ കൊടുക്കുന്നതായിരുന്നു കേട്ടോ.
മൊമെൻറ്റോ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഒരുപാട് ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊമെൻറ്റോ. ഷീ ക്രിയേറ്റേഴ്സിൻ്റെ നല്ല ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി മൊമെൻറ്റോ തന്നെയാണ്. പിന്നെ കിട്ടിയിട്ടുള്ളത് SS ഫുഡ് പ്രൊഡക്റ്റിൻ്റെ SS-ൻ്റെ ബ്രോസ്റ്റ് ചിക്കൻ മിക്സും അതുപോലെ തന്നെ മന്തി മസാലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മൂണി പ്രൊഡക്ട്സ് ഉണ്ട്, ഫുഡ് പ്രൊഡക്ട്സ് തന്നെയാണ്. എല്ലാതും ഗ്രേവി ആയിട്ടൊക്കെ ഉള്ള പ്രൊഡക്ട്സുകളൊക്കെ കിട്ടുന്ന ഇതാണ് കേട്ടോ. അതിൻ്റെ മട്ടൻ അതുപോലെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉഷാര എന്ന ബ്രാൻഡ് നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണിത്, ഹെഡ്സെറ്റ്. പിന്നെ തിരൂരുള്ള ദിയൻസ് ഹിയറിംഗ് എയ്ഡ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഇതിൽ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആള് നമ്മുടെ ദിയൻസ് കണ്ണൂർ കിച്ചൺ ആണ് കേട്ടോ. അവൾ നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അവൾ ഓഡിയോളജിസ്റ്റാണ്. പിന്നെ നമുക്ക് നെഫു ഹെന്ന ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നല്ലൊരു ഓർഗാനിക് ഹെന്ന കോൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊമെൻ്റെയും ഗിഫ്റ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ഗെയിംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻട്രോ ഒക്കെ മലയാളത്തിൽ, ഇംഗ്ലീഷൊന്നും ഉൾപ്പെടുത്താതെ മലയാളത്തിൽ പറയാനുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ തെസ്രിയത്തെയാണ് കേട്ടോ, തപസ്സും കിച്ചണിലെ തെസ്രിയത്തെയാണ്. തെസ്രിയത്താണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കാണുന്നത്. കഴിഞ്ഞ മലപ്പുറത്ത് നമ്മൾ കോട്ടക്കുന്നിലുണ്ടായിരുന്ന മീറ്റപ്പിലും തെസ്രിയത്താണ് കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മൊമെൻ്റ് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ടാണ് ഫോട്ടോ എടുത്തത്. 2019 ഗ്രൂപ്പ് ഒരു ഫോട്ടോ, 20 ഗ്രൂപ്പ് ഒരു ഫോട്ടോ, 21 ഗ്രൂപ്പ് ഒരു ഫോട്ടോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ 2019 ഗ്രൂപ്പിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ദിയൻസ് കണ്ണൂർ കിച്ചണിലെ ന്യൂസിയാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് നമുക്ക് കപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ബിരിയാണിയും മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് സ്നാക്കും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഇതും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ട്, നല്ല തിരക്കായിരുന്നു ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലൈലാത്തയും പുതിയാപ്പിളക്കാക്കിയാണ് കേട്ടോ. അപ്പോൾ മലപ്പുറം കിച്ചണിൽ അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ നൗഫയെ ഇപ്പോൾ ഈ സമയത്താണ് കേട്ടോ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ നേഹ സ്റ്റോറീസിലെ ഷെഹറൂബാനെ ഞാൻ മുമ്പേ പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 പരിപാടികളിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെയുള്ള പരിചയമാണ്, അപ്പോൾ ആദ്യമായിട്ട് കാണില്ല. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ കയറി വരുന്ന ഭാഗത്ത് സ്പോൺസേഴ്സ് കുറച്ച് സ്റ്റാളുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. പിന്നെ തിരിച്ച് നമ്മളിപ്പോൾ ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കേക്ക് കഴിക്കാത്തതിനുള്ള കൂടി സുഖം കഴിക്കുന്നുണ്ട്. ആരും ആളെന്നെ മാറിപ്പോവും. അഭിനയിക്കാനെ എടുക്കൂലേ, ഇവരെ പിന്നെ എല്ലാവരും അറിയുണ്ടായിരിക്കും. നമ്മുടെ shas.com ഷാദിയത്താൻ്റെ അനിയത്തിമാരാണ് കേട്ടോ രണ്ടാളും. പിന്നെ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഗെയിമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കസേരക്കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചത്. അപ്പോൾ അതെല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനും കേക്കാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഹാളൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കൂടുന്നത്. കഴിഞ്ഞ കണ്ണൂരും കാസർഗോഡ് എറണാകുളമൊക്കെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ പങ്കെടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മുടെ മലപ്പുറം കോട്ടക്കുന്ന് ഉണ്ടായിരുന്ന മീറ്റപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.